എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും ഇവിടെ സുഖം തന്നെ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിലേക്കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളുണ്ട് ഇല്ലേ. അപ്പോൾ ഒരു പഴഞ്ചൊല്ല് പറയും, നമ്മൾ ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും. കേട്ടിട്ടില്ലേ? ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുക എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എന്താ വിചാരിക്കുക, ദുഷ്ടനാ, ആ മനുഷ്യൻ ദുഷ്ടനാ. പക്ഷേ ദുഷ്ടനായ മനുഷ്യനെ ദൈവം പന പോലെ വളർത്തുക എന്നാണ് നമ്മളൊക്കെ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ തന്നെയാണ് വിചാരിച്ചേക്കണത്. ദുഷ്ടനായ ഒരു മനുഷ്യനെ ദൈവം പന പോലെ വളർത്തുക എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ നമുക്ക് ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് വലുതായപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് പിടികിട്ടുന്നത്. അതായത് ദുഷ്ടന്മാരെ പന പോലെ വളർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾ കുറേ നാളിങ്ങനെ ദുഷ്ടപ്രവർത്തികൾ ചെയ്ത് അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ സമ്പത്തുകളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൊടുത്ത് ദൈവം അവനെ പന പോലെ വളർത്തും. സത്യം, അത് പന പോലെ വളർത്തി. പന എന്ന് പറഞ്ഞാൽ ഉയരമുള്ളൊരു മരമാണല്ലോ. പന പോലെ വളർത്തിയിട്ട് ആ ഏറ്റവും ഉയരത്തിലെത്തുമ്പോഴാണ് നിലത്തേക്ക് ഇടുക. അപ്പം എന്താണ്, ഏറ്റവും മുകളിൽ നിന്നുള്ള വീഴ്ചയ്ക്ക് ഏറ്റവും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാവാനാണ് അത് കാരണമാവുക. ഇത്രയും മുകളിൽ നിന്നാണ് നിലത്തേക്ക് വീഴുന്നത്. അതായത് ഈ ദുഷ്ടൻ്റെ ഓരോരോ ദുഷ്ടത്തരങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവരും അല്ല, കുറേ ആളുകളുണ്ട്. അപ്പോൾ ആ ആളുകളുടെ ദുഷ്ടത്തരങ്ങളെല്ലാം കണ്ട് ദൈവം ആദ്യം ഒന്നും കണ്ണടയ്ക്കും. അത് കഴിഞ്ഞ് എല്ലാതും ഒരുവിധം എവിടം വരെ എത്തുന്നു നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിലവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം ഏറ്റവും മുകളിൽ നിന്ന് കീഴ്പ്പെട്ടിടുകയാണ് ചെയ്യുക. ഏറ്റവും മുകളിൽ നിന്നുള്ള വീഴ്ചയ്ക്ക് കൂടുതലാകാതെ ഉണ്ടാവും. കുറച്ചൊക്കെ ഉയരത്തിന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് നിസ്സാര പരിക്കോട് കൂടി രക്ഷപ്പെടാം. പക്ഷേ ദുഷ്ടന്മാരെ ദൈവം പന പോലെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് നിലത്തേക്ക് ഇടുക. അവരുടെ ദുഷ്ടത പിന്നെയും തുടരുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് പിന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ പരമാവധി ആരെയും ദ്രോഹിക്കാതെയും ആർക്കും ദോഷം പ്രവർത്തിക്കാതെയും നമ്മൾ ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് നല്ല കാര്യങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറേ നല്ല പ്രവൃത്തികളൊന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ലായിരിക്കും. നമുക്ക് നല്ലത് ചെയ്തു കൊടുക്കാനോ നമുക്ക് സാമ്പത്തികമായി സഹായിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഒരിക്കലും അവരെ ഉപദ്രവിക്കരുത്. മറ്റുള്ള മനുഷ്യന്മാരെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. അവരെ ദ്രോഹിക്കുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കുറേ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് പറയണത് കേട്ടിട്ടില്ലേ? അത് സത്യമാണ്. അങ്ങനെ ഉപദ്രവങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഈ ദുഷ്ടന്മാരെന്ന് പറയുന്നത്. ചില ആളുകളുണ്ട്, ഓരോ മനുഷ്യന്മാർക്ക് എന്തെല്ലാം ദ്രോഹപ്രവർത്തികളാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കയ്യും കണക്കില്ലാണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവരെയാണ് ഈ ദുഷ്ടന്മാരെന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഒരു രീതിയിലൊന്നും ആരും ചെയ്യരുത്. നമ്മൾ ദൈവഭയത്തോടു കൂടി ജീവിക്കണം. ദൈവം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഈശ്വരൻ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ദുഷ്ടത്തരങ്ങൾ ചെയ്യാനായിട്ട്, ആളുകളോട് ദ്രോഹം ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾക്ക് ദൈവം കാണുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഈശ്വരവിശ്വാസമുള്ളവർ അത് ചെയ്യാൻ സാധ്യത കുറവാണ്. പക്ഷേ ഈശ്വരവിശ്വാസവും ഇല്ല, നിരീശ്വരവാദമായി പിന്നെ വരനോടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു മൈൻഡൊക്കെ ഉള്ള ഒരു പറ്റ ആളുകളുണ്ട്, കുറേ ഉണ്ട്. അവർക്ക് ആരെ ദ്രോഹിക്കാനും ഒരു മടിയുണ്ടായിരിക്കില്ല. ചിലവർ ഈശ്വരവിശ്വാസികളുടെ പോലെ അഭിനയിച്ചാലും വിശ്വാസമൊന്നും ഉണ്ടാവില്ല. കുറേ കപടഭക്തി ആയിരിക്കും അവർക്ക്. ശരിക്കുമുള്ള ഭക്തിയുള്ള ഭക്തന്മാർ അങ്ങനെ ആരെയും ദ്രോഹിക്കാൻ പോവില്ല. അവർക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ട് മനസ്സ് വരില്ല. ഭക്തിയുള്ളവർക്ക്, നമ്മൾ ദൈവവിശ്വാസമുള്ളവർക്ക് നമുക്കത് ചെയ്യാൻ തോന്നില്ല. നമ്മൾ ദൈവത്തിന് നിരക്കാത്തതൊന്നും പ്രവർത്തിക്കാൻ പാടില്ല. നമ്മുടെ മനസ്സാക്ഷിക്കും ദൈവത്തിനും നിരക്കാത്ത പ്രവർത്തികളിലും ഒന്നും നമ്മൾ ചെന്ന് ഏർപ്പെടരുത്. അപ്പോൾ ഈ ദുഷ്ടതകളെല്ലാം, ഇപ്പോൾ ദുഷ്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദുഷ്ടന്മാർ ഇതൊക്കെ ചെയ്ത് ദൈവം ഇതൊക്കെ കണ്ട് അവസാനം പന പോലെ വളർത്തി അവസാനം അവിടെ നിന്ന് കീഴ്പ്പെട്ട് നിലത്തേക്ക് ഇടും. അതാണ് ഉണ്ടാവുക ലാസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചില ദുഷ്ടന്മാർ ഒരു പരിധി കഴിയുമ്പോൾ നിർത്തും.
അപ്പോൾ അവർക്ക് കുഴപ്പമില്ല, അവരതിന് കുറേയൊക്കെ രക്ഷപ്രാപിക്കും. പക്ഷെ ചിലവരങ്ങനെയല്ല, ദൈവം അവിടെ നിന്ന് ഉന്തി തള്ളി താഴ്ത്തേക്ക് വരെ അവർ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ദുഷ്ടപ്രവർത്തികൾ, ദുഷ്ടതകൾ, മറ്റുള്ളവരെ ചതിക്കുക, വഞ്ചിക്കുക, ദ്രോഹിക്കുക, ഏതെല്ലാം മാനസികമായി വിഷമിപ്പിക്കുക, ഏതെല്ലാം രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തികളിലൊന്നും ആരും ചെന്ന് ഇടപെടരുത്. നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ ബന്ധുക്കളോ സ്വന്തക്കാരോ അയൽവക്കക്കാരോ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, നമ്മളുമായി സഹകരിച്ച് ജീവിക്കുന്ന എല്ലാവരോടും നമ്മൾ പരമാവധി നല്ല രീതിയിൽ ഇടപെടാൻ ശ്രമിക്കുക. നമുക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക അവരെ. നമുക്ക് അവർക്ക് ദോഷകരമായിട്ടുള്ള ഒരു പ്രവൃത്തികളിലും നമ്മൾ ചെന്ന് ചാടാതിരിക്കുക. അത് ഏറ്റവും വലിയ കാര്യമാണ്. ചില ആളുകളുണ്ട് മറ്റുള്ളവരെ ഇങ്ങനെ എപ്പോഴും മാനസികമായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ ഒന്ന് ആലോചിക്കണം, ഈ മനസ്സിന് നമ്മളൊരാളുടെ മനസ്സിനെ വിഷമിപ്പിക്കുമ്പോൾ ആ മനുഷ്യൻ നിരപരാധിയായ ഒരു മനുഷ്യനും നിസ്സഹായനായൊരു മനുഷ്യനുമാണെങ്കിൽ ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു വിഷമം അത് ചെയ്ത് അയാളെ വിഷമിപ്പിക്കുന്ന ആൾക്ക് അതിൻ്റെ തിരിച്ചടി ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. അതുറപ്പാണ്. ഇന്ന് ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല, അതാ പറയുന്നത്. ഇന്ന് നമുക്ക് ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിന്ന് വരില്ല അവർക്ക്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെയുള്ളവർക്ക് അതിനൊരു പ്രതിവിധി ദൈവം കൊടുക്കാതിരിക്കില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള പ്രവർത്തികളിൽ നിന്നെല്ലാതും വിട്ടു നിന്ന് നമ്മളെല്ലാവരുമായി നമ്മൾ ഇടപെടുന്ന ആളുകളുടെ അടുത്തൊക്കെ വളരെ സന്തോഷകരമായി ഇടപെടാം. മുഖം കയറ്റി പിടിച്ച് അവരോട് മിണ്ടാണ്ട് ഇങ്ങനെ അതൊന്നും ശരിയായൊരു നടപടിയല്ല. നമ്മൾ എല്ലാവരുമായിട്ട് സഹകരിച്ച് എല്ലാവരോടും സന്തോഷകരമായി ആർക്കും ഉപദ്രവം ചെയ്യാത്ത രീതിയിൽ എല്ലാവരോടും പോസിറ്റീവായിട്ട് ഇടപെടാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. നമുക്ക് ശ്രമിക്കാമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യാം. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ നമ്മളെ ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല. നമുക്ക് തോന്നും നമ്മൾ നല്ലവരാണ്, പക്ഷെ മറ്റുള്ളവർക്കും കൂടി അത് തോന്നണം. അപ്പം നമ്മുടെ പെരുമാറ്റം നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല. നമ്മുടെ പെരുമാറ്റങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളുകളും ഉണ്ടായിരിക്കാം. അപ്പം അത് അവരുടെ ഭാഗം, അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് തീരുമാനിക്കാം. പക്ഷെ നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരുടെ അടുത്തും വളരെ നല്ല രീതിയിൽ പെരുമാറി എല്ലാം കൊണ്ടും ദൈവഭയത്തോടും ഭക്തി, അതായത് നമ്മൾ കാരണഭക്തി, മൂപ്പളമ എല്ലാതും എന്നൊക്കെ പറയൂലോ, അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ കേൾക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ നല്ല മനുഷ്യന്മാരോട് നല്ല രീതിയിൽ ഇടപെട്ട് നല്ല രീതിയിൽ എല്ലാവരുമായിട്ട് സഹകരിച്ച് ആർക്കും ഒരു ദ്രോഹമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം. നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മുടെ കയ്യിൽ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പരമാവധി നമ്മൾ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ പറ്റാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പിന്നെ മനുഷ്യന്മാരാണ്, അതൊക്കെ ഉണ്ടായെന്ന് വരും. അതൊക്കെ വന്നാലും പിന്നെ നമ്മളത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം. അതായത് നമുക്ക് പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിനോ പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു വികാരത്തിൻ്റെ പുറത്ത് നമ്മൾ പ്രതികരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ നമ്മളത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പെട്ടെന്നുള്ള ദേഷ്യവും കോപങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ വളരെയധികം എഫേർട്ട് എടുത്ത് എന്തെങ്കിലും അതിന് പ്രതിവിധികളൊക്കെ നോക്കണം. ചിലവർ വളരെ മുൻകോപികളുണ്ടായിരിക്കും. അപ്പോൾ അവരും അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് അതൊക്കെ കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും വഴികൾ ആലോചിക്കണം. എല്ലാവരുമായി പോസിറ്റീവായും സ്നേഹത്തിലും സന്തോഷത്തിലും ഇടപെടണം. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാം. അപ്പോൾ ശരി, ഓക്കെ, ബൈ.